ഏവർക്കും വെമ്പായ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓണം പ്രമാണിച്ച് പുതുതായി വന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഷോറൂമിലായിട്ട് ഇപ്പോൾ 200ഓളം കാറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ 1000 കിലോമീറ്റർ ഓടിയ വണ്ടി മുതൽ 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി വരെ അവൈലബിൾ ആണ്. വെമ്പായം ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് 2023 മോഡൽ VXi പ്ലസ് വെറും 1000 കിലോമീറ്റർ മാത്രം ഓടിയ എക്സ്പ്രസ്സോയാണ്. ഏകദേശം 200ഓളം കാറുകൾ നിങ്ങളുടെ 4 ബ്രാഞ്ചിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഏതൊക്കെ കാറുകളാണ്? അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ബെലേനോ ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ ഏത് വേരിയന്റ് ആണ്? ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത്. ഡെൽറ്റ ആണ് വരുന്നത്. കൂടുതൽ കാറിനെ കുറിച്ച് കൂടുതൽ പറയാമോ? 2019 മോഡലാണ്. 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലനിൽക്കുന്ന വണ്ടി. ഇപ്പോൾ സെക്കൻഡ് ഓണർ. ഓക്കെ, നിങ്ങൾ നേരത്തെ വാറന്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിന് ഡീസൽ കാറാണ്, ഇതിന് വാറന്റി വരുന്നുണ്ട്? ഇതിന് വാറന്റി 2 ഇയർ വാറന്റി അവൈലബിൾ ആണ്. 2 ഇയർ വാറന്റി വരുന്നുണ്ട്. ഓക്കെ. ബെലേനയുടെ ഇന്റീരിയർ 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പ്രീമിയം സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ നീറ്റാണ്, നമുക്കിന്നത് കാണാം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഇപ്പം 68,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ള ഡെൽറ്റ വേരിയന്റ്. ഇതിപ്പോൾ നമുക്ക് 2019 മോഡലാണ്. ഇപ്പോൾ നമുക്കിതൊരു ഡൗൺ പേയ്മെന്റ് എത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു വണ്ടി എടുക്കാൻ പറ്റും? ഡൗൺ പേയ്മെന്റ് അറൌണ്ട് 50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ മതി ഡൗൺ പേയ്മെന്റ്. ഓക്കെ, നമുക്ക് എത്ര വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും? ഇത് 5 to 7 ഇയേഴ്സ് നമുക്ക് ലോൺ ഫെസിലിറ്റി മാക്സിമം 7 വർഷം വരെ കിട്ടും. അത് കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച്. ശരി. ബെലേന തന്നെ 2 മോഡൽ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഒന്ന് ഡീസലാണ്, 2019 മോഡൽ ഡീസൽ. തൊട്ടപ്പുറത്ത് കിടക്കുന്നത് 2020 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ഇപ്പോൾ താങ്കളുടെ 2 ബെലേനയുടെ നടുക്കാണ് നിൽക്കുന്നത്. താങ്കളുടെ ഒരു വശത്ത് ഡീസലും ഒരു വശത്ത് പെട്രോളുമാണ്. പെട്രോൾ വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് കാറിനെ കുറിച്ച് കൂടുതൽ പറയാം. 2020 മോഡൽ ഓട്ടോമാറ്റിക് CVT എഞ്ചിൻ ബെലേനയാണ്. പെട്രോൾ വേരിയന്റ് ആണ്. അറൌണ്ട് 51,000 51,000 കിലോമീറ്റർ ഈ കാർ ഓടിയിട്ടുള്ളത്. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്കിത് പ്രൈസ് വരുന്നത് എത്രയാണ്? ഇത് പ്രൈസ് വരുന്നത് 730 ആണ് പ്രൈസ് വരുന്നത്. 730. ഓട്ടോമാറ്റിക് ബെലേന 730. മാനുവൽ ഡീസൽ വന്നിട്ട് 675 അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അല്ല, ഇത്രയും വില കൂടാൻ കാരണം മറ്റുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് CVT ഗിയർ ബോക്സ് ആണല്ലേ? ഒന്ന് AMT അല്ല, ഇത് CVT ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ബെലേന എന്ന് പറയുന്നത് AMT ഗിയർ ബോക്സ് ആണ്. ഇത് വന്നിട്ട് CVT ലാസ്റ്റ് നിർത്തുന്ന ടൈമിലുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് നോക്കാം. നമുക്ക് വാഹനത്തിന്റെ ഉൾഭാഗം ഒന്ന് നോക്കാം. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ്, 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നീറ്റാണ്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്ത് നോക്കുന്നത് സാധാരണക്കാർക്കിടയിൽ ജനപ്രിയമായ വാഹനം ഓൾട്ടോ 800. ഏതൊരു സാധാരണക്കാരനും ഒരു കാർ എടുക്കണമെന്ന് പോകുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന വാഹനം. നമുക്ക് ഈ 2 ഓൾട്ടോ 800ന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? 2022 മോഡൽ VXi ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വരുന്നത് 2017 മോഡൽ LXi വേരിയന്റ് ആണ്. LXi ആണ്. റെഡ് വന്നിട്ട് VXi, ഇത് വന്നിട്ട് VXi വന്നിട്ട് LXi. ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷോറൂം സർവീസ് ആണ്. ഇത് നമുക്ക് വാറന്റി വരുന്നുണ്ട്. അതെ, ഇതിന് 2 വർഷം വാറന്റി വരുന്നുണ്ട്. 2 വണ്ടികളും. നമുക്ക് ഇത് ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ്? ഇത് 0 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ കഴിയും. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ, വേറെ സിബിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാവുന്നതാണ്. ശരി. ഇപ്പൊ ഇവിടെ ഉള്ളത് 2 ഓൾട്ടോ K10 ആണ്. 2 ലേറ്റസ്റ്റ് മോഡലാണല്ലേ? അതെ. ഇത് വന്നിട്ട് 2023 മോഡൽ LXi ആണ് വേരിയന്റ് വരുന്നത്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വരുന്നത് ഇത് വരുന്നത് 440 റേഞ്ച് ആണ് വരുന്നത്. നമുക്കിത് ഫിനാൻസ് മാക്സിമം ഫണ്ടിങ് കിട്ടുമല്ലോ? ഇത് 100% ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ റെഡ് വന്നിട്ട് ഏതാണ്? റെഡ് വന്നിട്ട് 2023 VXi പ്ലസ് ആണ്. VXi പ്ലസ് ഫുൾ ഓപ്ഷൻ മോഡലാണ്. കിലോമീറ്റർ വന്നിട്ട് 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് 510 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കിഡ് ആണ്, റെനോൾട്ട് കിഡ്.
റെനോൾട്ട് കിഡ് ഇത് ഏതൊക്കെ മോഡലാണ്? ഇത് സിൽവർ വന്നിട്ട് 2016 മോഡലാണ്. 2016 മോഡൽ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. RXT വേരിയന്റ് ആണ് വരുന്നത്. റെഡ് വന്നിട്ട് 2017 മോഡലാണ്. 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് 330. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അടുത്ത കാറുകൾ കൂടുതൽ കാറിന്റെ ഡീറ്റെയിൽസ് അറിയാം അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഡെയിലി അപ്ഡേറ്റ്സ് പോലെ വരുന്ന കാറുകൾ പുതുതായിട്ട് വന്ന കാറിന്റെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസവും കാണാം.